ഓൾക്കും 2 ദിവസം മുമ്പ് കൊടുത്തു. സായി വണ്ടി ഓടിച്ച് പറ്റിയത്. ഹലോ ഗൈസ്, സ്നേഹന്റെ ബർത്ത്ഡേ വ്ളോഗ്. അയ്യോ ഞാൻ കള്ളുടിക്കാൻ ഇത് കുമ്പായ കുച്ചുമാണ്. കുമ്പായ കുമ്പുച്ച. ഞാൻ ഇപ്പൊ ഇതിന്റെ അഡിക്റ്റ് ആണ്. ഒറിജിനൽ കുമ്പായ കുമ്പുച്ച. അപ്പോ ഞങ്ങൾ ഒരു യാത്ര പോവാണ്. ഇന്ന് നവംബർ 15. ബർത്ത്ഡേ വ്ളോഗ് എന്ന് ഞാൻ പറയില്ല. ബർത്ത്ഡേ വ്ളോഗ് നാളെ കഴിഞ്ഞോ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. എങ്ങട്ടാ എന്നൊന്നുമില്ല, എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് സർപ്രൈസ് അതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. സർപ്രൈസ് ഒക്കെ പൊട്ടിക്ക് എനിക്കറിയാം. അതന്നെ അതാ പറഞ്ഞത്, എനിക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത ചോലയാണ് എല്ലാം ഞാൻ പൊട്ടിക്കും. ഓളിനോട് പ്ലാൻ ഞാൻ ഓൾക്കും 2 ദിവസം മുമ്പ് കൊടുത്താണ്. എന്നോട് പറയാം പ്ലാൻ പോലെ എനിക്ക് മറ്റേതിൽ തരണം എന്നുള്ളത്. ഇവിടെ ആൾക്കാർ സ്ക്രിപ്റ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതൊന്നും ഇൻവോൾവ് വർക്ക്സ് വിത്ത് മീ. ഓക്കെ ഉണ്ടോ ഇമാതിരി സാധനത്തിനോടൊക്കെ പിന്നെ എന്ത് പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് ആയിട്ട് തരണം വേണ്ടി വന്ന് തന്ന സാധനം എനിക്ക് 2 ദിവസം മുന്നേ തന്നു. ഇന്ന് വ്ളോഗ് എടുക്കുമ്പോ സ്ക്രിപ്റ്റ് ആയിട്ട് അത് സ്ക്രിപ്റ്റ് പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ മനപ്പൂർവ്വം ഞാൻ ബാഗിൽ എന്നിട്ട് എടുത്ത് വെച്ചു. തമ്മിലിടാനല്ലേ കഴിഞ്ഞ തമ്മിലിട്ട് 32K മേടിച്ച പോലെ ഹസ്ബൻഡ് വൈഫിന് തന്നത് സായി എന്നെ ഞെട്ടിച്ചത് എന്ത് അതല്ലേ അത് കിട്ടാനല്ലേ. കുഴപ്പമുണ്ടോ? മദ്യപാനിയായ സായിയുടെ കൂടെ ഒരു ദിവസം ഞാനോ കള്ളൂഡിയൻ സായി ഇങ്ങനെ ഏത് കുമ്പൂച്ച കുടിച്ച് കുമ്പൂച്ച തന്നാ ബിയർ അടിച്ച് സായി വണ്ടി ഓടിച്ച് പറ്റിയത് എന്ത്? വണ്ടി ഇതിന്റെ വണ്ടി അങ്ങനെ വല്ല പറ്റിക്കാൻ നിക്കണ്ട. ഈ കുമ്പൂച്ച ഇവള് കണ്ടന്റ് ആക്കുന്ന എനിക്കറിയാം. എന്താ കുമ്പൂച്ചിക്കുന്ന പ്രശ്നം? അല്ല ഏത് കണ്ടന്റ് ആക്കും? ആയിട്ടില്ല, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇത് എടുത്തിട്ട് പോവാ. അപ്പൊ ഗൈസ് എനിക്ക് എന്റെ ഹസ്ബൻഡ് നോക്കൂ ഗൈസ്, എനിക്ക് ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് നോക്കൂ ഗൈസ്. ഓ ഗൈസ് നിങ്ങൾ കാണണം ഗൈസ്. ഓ ഗൈസ് ഞാൻ വരെ ഇവിടെ മറ്റേ ലംബോർഗിനിന്റെ മാസ്റ്റർ കോപ്പിയാണ് മേടിച്ചിട്ടുള്ളത്. 40,000 rupees മാസ്റ്റർ കോപ്പി. കൊടുക്കാല്ലേ അപ്പൊ മാസ്റ്റർ കോപ്പിയുടെ അല്ല 7 ലക്ഷത്തിന് ഒറിജിനൽ വാങ്ങാൻ പറ്റില്ലല്ലോ ഇതിന്റെ. പക്ഷെ സ്നേക്ക് ഞാൻ മേടിച്ചു കൊണ്ടുവന്നത് ഒറിജിനൽ. കണ്ടോ ഗൈസ്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. കണ്ടോ ഗൈസ്, എനിക്ക് എന്റെ ഭർത്താവ് വാങ്ങി തന്ന ഗുച്ചിന്റെ വാച്ചാണ്. കണ്ടോ, ഇതാണ് എനിക്ക് എന്റെ ഭർത്താവ് വാങ്ങി തന്ന ഗുച്ചിന്റെ വാച്ച്. ഇതിന് നല്ല വില ഉണ്ട്. അതിന് കാശ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. മാസ്റ്റർ കോപ്പിക്കാ വില കൂടുതൽ. അയ്യടാ ഇത് നല്ല. അപ്പൊ എന്നെ പറ്റിച്ചത് ഇതെനിക്ക് എന്നോട് വില ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ബ്രാൻഡിന്റെ ഒറിജിനലിന് അത്രയും കൂടി വില വരൂല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഗസ്സിന്റെ വാച്ച് ഇതിന് എനിക്ക് തോന്നുന്നൊരു 14,000 14,000 മുമ്പാണ് തോന്നുന്നത്. അപ്പൊ ചില ബ്രാൻഡിന്റെ ചില വാച്ചിന് വില കുറവായിരിക്കും, ചില ബ്രാൻഡിന്റെ ചില മാസ്റ്റർ കോപ്പിക്ക് വില കൂടുതലായിരിക്കും. ഇത് കണ്ടോ, ഇത് കാസിയോന്റെ വാച്ചാ. ഇത് 12,000 രൂപ. പിന്നെ മറ്റേത് ഇപ്പൊ വാങ്ങി തന്നെ എത്രയാണ്? അത് വില പറയാൻ പാടില്ല, പക്ഷെ ഒറിജിനൽ സാധനമാണ്. അപ്പൊ ഞാൻ ഈ വാച്ച് ഊരിയിട്ട് അല്ല ഞാൻ മറ്റേ പട്ടായെന്നല്ല ബാങ്കോക്ക് കുറെ ആൾക്കാർ ഇവളോട് പറഞ്ഞു അത് കോപ്പിയാണ്. വെറും 150 ബാത്ത്. അതായത് ഇവിടുത്തെ 100 ബാത്ത് 150 ബാത്ത്. അതത്രേ ഉള്ളൂ. അത് എൽവിന്റെ എനിക്കറിയാം. ഞാൻ YSL എൽവിനൊക്കെ ഞാൻ ഒറിജിനൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് സായിനോട് പറഞ്ഞത്. സായി എനിക്ക് കൊണ്ടുവന്ന കോപ്പിയാണ്. ഞാൻ പറഞ്ഞതാണ് പ്ലാറ്റിനം മാളിലെങ്കിലും പോയിട്ട് ഒറിജിനൽ സാധനം എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നാണെങ്കിലും വേറെ ഏത് മാളിലാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ സാധനം വാങ്ങാൻ നമുക്ക് ദുബായിൽ പോയിട്ട് വാങ്ങാം. ദുബായിലാകുമ്പോൾ ഒറിജിനൽ സാധനം കറക്റ്റ് കിട്ടും. അതിന് കോപ്പിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അത് ഒറിജിനൽ അല്ല, അതെനിക്കറിയാം. എൽവിന്റെ ആണെങ്കിലും YSL ആണെങ്കിലും ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് ഇതിന്റെ വാങ്ങണം, ഒറിജിനൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ സായിനോട് പറഞ്ഞത്. അപ്പോൾ സായി എനിക്ക് കൊണ്ടുവന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് സായി എനിക്ക് കൊണ്ടുവന്നത് 150 ബാത്തിന്റെ. അപ്പോൾ ആ ബാഗ് ഇതായതാ, ആ ബാഗാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. എൽവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാഗ്, കോപ്പി ബാഗാണ്. നമ്മളെ എന്തിനാ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഇതിന്റെ പേരിലൊന്നും ഞാൻ പൈസ ചെലവാക്കില്ല. ഞാൻ കൂടുതൽ ഇങ്ങനെ ആക്സസറീസ് തന്നെ. ഞാൻ പറഞ്ഞില്ല, വാച്ചൊക്കെ പിന്നെ വില കൂടി സാധനമാണല്ലോ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഞാൻ ഭയങ്കര ഹെവി പൈസ ചെലവാക്കണല്ലോ. അതെന്താ എല്ലാം ഒരു 1-2 വട്ടം യൂസ് ചെയ്യും, പിന്നെ അതിനെ വെറുതെ കളയാനല്ല. ഡ്രസ്സൊക്കെ മാക്സിമം അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പോ ഇതാണ് എന്റെ ട്രാവൽ. പിന്നെ ഈ ഡ്രസ്സ് തായ്ലൻഡ് ഡ്രസ്സാണ്.
ഞാനപ്പോ തായ്ലൻഡിൽ നിന്ന് സായി എനിക്ക് വന്ന ഡ്രസ്സാണ്. പിന്നെ വാച്ച് അല്ല, വാച്ച് തന്നെ എടുപ്പം, അത് ഞാൻ നാളെ ഉള്ളൂ വാച്ച് കേട്ടോ ബർത്ത്ഡേ വ്ളോഗിന്. ഇത് ജസ്റ്റ് തലേ ദിവസത്തെ വ്ളോഗാണ്. ഇത് LV, ഇത് യാത്രാ വ്ളോഗാണ്. LVന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഇതാ. കുമ്പൂച്ച കല്ലൂടിയൻ സായി അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി യാത്ര പോട്ടെ. അപ്പൊ ഇനി പോണ വഴിക്ക് ഞങ്ങൾ മലപ്പുറം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 15 നവംബർ കേട്ടോ. അപ്പൊ നാളെ എന്റെ ബർത്ത്ഡേ. വിഷ് ചെയ്യേണ്ടവർക്കൊക്കെ വിഷ് ചെയ്യാം. ഞാനിവിടെ എന്തായാലും ഉണ്ട്. പ്രായമായി, എന്താ ചെയ്യാ, 30 വയസ്സൊക്കെ കഴിഞ്ഞു. കറക്റ്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ അപ്പൊ ഞങ്ങള് പ്രായമുള്ള മക്കളായി. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനിയിപ്പോ 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മള് തള്ള വൈബാണല്ലോ. അപ്പൊ ഞങ്ങള് തള്ളകളായിട്ട് എന്തായാലും തന്ത വൈബാണ് ഇട്ടത്. അങ്ങനൊന്നുമില്ല. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സമയം 12 മണിയായി വെള്ളിയാഴ്ച. ഞാനിന്ന് ലീവ് എടുത്താണ്. അപ്പോൾ ഇനി എന്താ പറയുക, നമ്മൾ കൊച്ചിക്ക് പോട്ടെ. കൊച്ചിയിൽ നമ്മൾ സർപ്രൈസ് ആലപ്പുഴ ഹൗസ് ബോട്ട്. എന്നോട് പറഞ്ഞു സായി എൻ്റെ ഈ ബർത്ത്ഡേ മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പരമായ സംശയം എൻ്റെ ബർത്ത്ഡേക്ക് മിക്കവാറും എന്നെ എവിടെയെങ്കിലും മറ്റേ സിനിമയിലുണ്ടല്ലോ എന്താ സർക്കസ് കറക്റ്റ് അപ്പോളോ സർക്കസ്. അപ്പോ സായിനോട് പറഞ്ഞു എന്റെ മറക്കാൻ പറ്റാത്ത സർപ്രൈസ് ബർത്ത്ഡേ ആവുന്നതെന്ന്. പക്ഷെ എനിക്ക് ശരിക്കും എന്റെ ഒരു മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്റെ 18ാമത്തെ വയസ്സിന്റെ ഒരു ബർത്ത്ഡേ ആണ്. ഞാൻ അന്ന് ഹോസ്റ്റലിലായ സമയത്ത്, അതായത് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ മദിരാശന അത് ഏതെങ്കിലും കോളവും. അപ്പോൾ അന്നത്തെ ബർത്ത്ഡേ പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയ്ക്കുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കേക്ക് കട്ടിങ് സംഭവം കിട്ടിയത്. അന്ന് എനിക്ക് ആ സീനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി 12 മണിയപ്പോൾ എൻ്റെ ഒപ്പമുള്ള റൂംമേറ്റ്സും ഹോസ്റ്റൽ മേറ്റ്സും എല്ലാവരും കൂടി കേക്ക് കൊണ്ടുവന്നവരും ഞാൻ അവിടെ എന്നെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുപോയി കേക്ക് മുറിച്ചപ്പോൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ കൈ ഇറക്കിയിരുന്നു. കാരണം അങ്ങനെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാൽ പിറന്നാളാണ് ആഘോഷിക്കുക. എന്താ പറയാ, ഇത് മലയാള മാസത്തിന്റെ പിറന്നാളാണ് ആഘോഷിക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കൽ കുറവാണ്, കേക്ക് കട്ടിംഗ് ഒക്കെ കുറവാണ്. ഈ പിറന്നാളാകുമ്പോൾ സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും, അങ്ങനെയൊക്കെ പരിപാടികൾ, കലാപരിപാടികളുണ്ട്. പക്ഷെ എന്താ പറയാ, ഇത് എന്താ പറയാ, ഡേറ്റ് ഓഫ് ബർത്ത് ആകുമ്പോൾ അങ്ങനത്തെ ഒരു ആഘോഷം ഇല്ല എന്തായാലും. അപ്പോൾ ആ 18ാമത്തെ വയസ്സിന്റെ ഒരു ബർത്ത്ഡേ പറഞ്ഞാൽ എനിക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ സായിനോട് ഞാൻ എപ്പോഴും പറയും, എനിക്ക് 18ാമത്തെ ബർത്ത്ഡേ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ ആണ്. അങ്ങനത്തെ ഒരു ആഘോഷം നിറഞ്ഞ സംഭവമായിരുന്നു. അന്ന് സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, ആ കേക്ക് മുറിക്കുമ്പോഴൊക്കെ എന്നെ കൈ വരച്ചിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സംഭവം. എനിക്ക് എല്ലാവരും കൂടി ചുറ്റും കൂടി ഇന്നിട്ട് ബർത്ത്ഡേ വിഷ് ഒക്കെ പറഞ്ഞപ്പോൾ എന്നെ കൈ വരക്കിയിരുന്നു. അപ്പൊ അത് നല്ല ഓർമ്മയാണ്. അപ്പൊ സായിനോട് പറഞ്ഞു ഇത് എന്റെ മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയില്ല, ഇന്നെ മറ്റേ നോക്കട്ടെ. പോണ വഴിക്കാണ് സായിക്ക് ഒരു കൊറിയർ ഉണ്ട് പറഞ്ഞിട്ട് എന്താ അറിയില്ല, എനിക്കുള്ള സർപ്രൈസ്. എനിക്കില്ലതാ വിളിക്കണം അല്ല, ഞാൻ പറയാ എനിക്കുള്ള സർപ്രൈസ് സായി കൊറിയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ എനിക്കുള്ള സർപ്രൈസ് ആണ്. നോക്കട്ടെ, എനിക്കറിയാം കൊച്ചു കള്ള എനിക്ക് വേണ്ടി മാറ്റി വെച്ച സർപ്രൈസ് അല്ലേ എന്റെ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ്. എനിക്കറിയാം വേഗം കാണിക്കൂ, ഞാനിങ്ങനെ കാത്തു നിൽക്കുക എനിക്കുള്ള ഗിഫ്റ്റ്. തന്നോളൂ. കത്തിയൊക്കെ അത് മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ. ഇത് ശരിക്കും ഇത് സ്ക്രിപ്റ്റ് അല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതാ. ഇതെന്താ പറ്റിയ സിംഗി, സർപ്രൈസ് ആണ് സത്യം. കൊറിയറിന്റെ സ്ഥലത്താണ് അത്. കൊറിയർ ബാക്കിൽ DTDC ഉണ്ട്. അല്ല, ഇത് സത്യം സ്ക്രിപ്റ്റ് അല്ല, മറ്റേ വാച്ച് ബോർഡ് ഇതാണ്. ഈ സൈഡില് DTDC കൊറിയറിന്റെ ഓഫീസ് ബാക്കില് DTDC കൊറിയറിന്റെ ഓഫീസ് ഉണ്ട്. അപ്പൊ ഇത് സംഗതി ആറൊന്നുമല്ല, ഇത് ലിനു അയച്ചതാണ്. എന്റെ ആധാറിലുള്ള അഡ്രസ് ആയിരുന്നു ലിനുവിന്റെ ഉണ്ടായിരുന്നത്. എന്റെ ആധാർ സിജോന്റെ കയ്യിലാണ്. അപ്പൊ ആ അഡ്രസ്സിൽ അയച്ചതാണ് ലിനു. അതാണ് സിജോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇത് പൊളിച്ചുട്ടോ. എന്നാ ഇനി ബാക്കി എന്താ ചെയ്യുന്നത്? ഇത് എപ്പോഴാ പൊളിക്കണ്ടേ? അതിപ്പോ പൊളിക്കണോ അതോ എന്തെങ്കിലും ചെയ്യുന്നത്? പിടിക്കും വണ്ടി നമുക്ക് പോകണ്ടേ? താങ്ക് യു ലിനു. ഞാനിത് സർപ്രൈസ് ആണ്. എന്നോട് എന്നും ചാറ്റ് ചെയ്യുന്ന ആളാണ് ഈ ലിനു. എന്നിട്ട് എന്നോട് മിണ്ടാതിക്ക് സാധനം തന്നിക്ക്. സർപ്രൈസ് ആണല്ലോ. അപ്പൊ സംഭവം കളിക്കിട്ടുണ്ട്. ഞാൻ എന്തായാലും തുറന്നു നോക്കും കുറച്ച് കഴിഞ്ഞാല്. നമുക്കൊന്നും ആരും അല്ല എനിക്കൊന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടോ അറിയാൻ അയക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ് വേണം. ഇന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സായിന്റെ അഡ്രസ് കൊടുത്താൽ മതി. സായി ബിഗ് ബോസ് മലപ്പുറം കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മുടെ ലിനു മറിയ സക്കറിയ അയച്ച ഗിഫ്റ്റ് ആണ്. അപ്പൊ ലിനു ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സിജോന്റെ ഫിയാൻസിയാണ്. അപ്പോൾ ലിനുവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നും കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇങ്ങനൊരു സർപ്രൈസ് സാധനം എന്ന് അയക്കുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ അത് പൊട്ടിക്കാൻ പോട്ടോ. ഇത് സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റഡ് അല്ല. ഇത് കാര്യമായിട്ടുള്ള ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലിനുവിനോട് താങ്ക് യു പറഞ്ഞിട്ടോ. ലിനു താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് അയച്ചത് മിഞ്ചു ആണ് കേട്ടോ. മിഞ്ചു ലിനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ മിഞ്ചുവിനെ എനിക്കറിയാം. ഞങ്ങൾ അന്ന് കൊച്ചിയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഞ്ചുവിന് ഒരു സ്പെഷ്യൽ താങ്ക് യു കേട്ടോ. എന്തായാലും കറക്റ്റ് ഒന്ന് എത്തി. ഞങ്ങൾ എന്തായാലും ഒരു സ്ഥലത്തേക്ക് വന്ന് ആലപ്പുഴയ്ക്ക് പോവാണല്ലോ. അപ്പൊ അതിന് മുന്നേ എന്തായാലും കൊറിയർ സാധനം കിട്ടിയോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാവുള്ളത് കിട്ടുക കാണുക. ഓണല്ലേ? ഓണല്ലേ കിട്ടിയില്ലേ? കണ്ടന്റാണുള്ളവളെ. ഇപ്പൊ എല്ലാം കണ്ടന്റുകളാണല്ലോ. ഇപ്പൊ എല്ലാം വിൽക്കുന്ന സാധനങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്ത് വിൽക്കാനോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. നിന്നിൽ ഞാനൊരു ഫാമിലി വ്ളോഗർ. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ എന്നോട് പറയാ ഞാൻ താങ്കളെ ഒരു ഫാമിലി വ്ളോഗർ ആയിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞേ എന്റെ പണി സിനിമന്റെ റിവ്യൂ ഉണ്ട് വെച്ച് പറയണേ. ഇല്ല, ഞാൻ താങ്കളെ ഒരു ഫാമിലി വ്ളോഗർ ആയിട്ടാണ് കാണുന്നത്. ഫുഡ് കഴിക്കാൻ അപ്പൊ ഇതാട്ടോ. ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ സ്നേഹ വിഷസ്. അതിന്റെ ഫോട്ടോ, മറ്റേ ഫോട്ടോ. ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തുറക്കാം. പണ്ടാറക്കാലത്തിനോട് കൊറേ നേരം തുറക്കാൻ പറഞ്ഞിട്ട് വിശന്നിട്ട് പാടില്ല. ഇത് ഇങ്ങനെയല്ല പൊട്ടത്തിയെ തുറക്കത്, ഇങ്ങനെ തുറക്കാണ്. ഇവളെ ഏതാ വിളി? ഇത് മറ്റേ ഗിഫ്റ്റ് പോലെ. എടുക്കാനായിട്ടില്ല, അങ്ങനെയല്ല എടുക്കാം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സ്നേഹ. ഹോപ്പിംഗ് യുവർ ബർത്ത്ഡേ ഈസ് ആസ് അമേസിംഗ് ആൻഡ് എക്സ്ട്രാഓർഡിനറി ആസ് യു ആർ. ചീയേഴ്സ് ടു അനദർ ഫാന്റാസ്റ്റിക് ഇയർ അഹെഡ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ലിനു സിജോ. അയ്യോ. അപ്പൊ ലിനു സിജോ രണ്ടാൾക്കും എന്റെ വക ഒരു ബിഗ് താങ്ക് യു. മാത്രമല്ലേ ഉമ്മോട്ടോ പോരെ. അപ്പൊ ഇനി ഫസ്റ്റ് കുറച്ച് മുട്ടായി ഉണ്ട്. കിറ്റ്കാറ്റ് ഇതാ. ഇത് ഞങ്ങള് തായ്ലാൻഡിൽ നിന്ന് മേടിച്ച കിറ്റ്കാറ്റ് അല്ല, വേറെ കിറ്റ്കാറ്റ് രക്ഷപ്പെട്ടു. ഇനി ഒരു മാസത്തിന് ആ സാധനം വേണ്ട. ലിപ്സ്റ്റിക് പൂട്ടോ. പുഷ്പം അതെന്താ സ്പ്രേയാ? അല്ല, ഇത് ഒരു ഇതാ തോന്നുന്നു. തുറക്കണ്ട, അത് ഫുള്ള് ഇതാവും, പൊടിയായിരിക്കും. എന്ത് സാധനം? ഇതൊരു ഇതാ തോന്നുന്നു. എന്താ പറയാ, ഒരു പാവല്ല, ഒരു സെറാമിക്കിന്റെ ഡോള്. അത് ഫുള്ള് പൊടിയോ. അല്ലല്ല, ഇതിനുള്ളിൽ പറക്കും. ഞാൻ ഫുള്ള് തുമ്മും. നമുക്ക് അവിടുന്ന് തുറക്കാം. ഡോളാണ്, സെറാമിക് ഡോളാണ്. അത് വാച്ചായിരിക്കും. അല്ല, കമ്മല്, മാല. സ്വർണ്ണക്കോയനാണോ? എന്തായാലും അടിപൊളിയായി. ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞൊരു ആർട്ടാണ് കേട്ടോ അല്ലേ? ഇങ്ങനെ സംഭവം കേട്ടോ. സത്യം. ഇത് മാലയാണല്ലേ? മാല, വള. അടിപൊളി. ഓക്കെ, എടുക്കണ്ട, എല്ലാം എടുക്കണ്ടേ? ഇത് ഒരു മാല. അയ്യോ, കമ്മൽ, സെറ്റ് ഓഫ് കമ്മൽ. ഇത് നല്ല രസം കേട്ടോ. ഇത് ഞാൻ നാളെ ഞാൻ ഇടും കേട്ടോ. നാളെ എന്റെ ബർത്ത്ഡേക്ക് ഈ ഒരു സാധനം. ഓക്കെ, ഡൺ. അപ്പൊ കഴിഞ്ഞില്ലേ? താങ്ക് യു ലിനു ആൻഡ് സിജോ. താങ്ക് യു. പ്രത്യേകിച്ച് ലിനുവിനോട് സത്യം പറയാം, ഞാൻ ഉള്ള ആരും പറയാലോ, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആർട്ടാണ് അത്. വളരെ എന്താ പറയാ, നല്ല അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കാന്നുള്ളത്.
എന്നെ കൊണ്ട് എന്തായാലും നടക്കൂല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് എപ്പോഴും പാളി പോയിട്ടുള്ളൂ. വാങ്ങും അപ്പൊ തന്നെ കൊടുക്കും. ഓ ഇത് നമ്മുടെ മിഞ്ചുവിന്റെ സ്പെഷ്യൽ, മിഞ്ചുവിന്റെ ടെംപ്റ്റഡ് അല്ലേ? അതാണ് തോന്നുന്നത്. ടെംപ്റ്റഡ് മിഞ്ചു ലിനു സ്പെഷ്യൽ പറഞ്ഞത്. ലിനു സിജു അയച്ചതാണല്ലോ. അപ്പൊ എന്തായാലും എന്റെ സാധനങ്ങൾ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ അങ്ങനെയൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമ്മല്, കമ്മല്, മാല, അങ്ങനത്തെ ചെറിയ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കമ്മൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നല്ല രസം കാണാൻ. ഉപ്പിട്ടാലോ നാളെ ഇട്ടാലും നല്ലിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ സാധനങ്ങൾ പെട്ടികളൊക്കെ പൊട്ടിച്ചു. നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ആറങ്ങോട്ടുകാർ എത്തിയിട്ടോ. നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണ് ലൂസയിൽ ആറങ്ങോട്ടുകരയിൽ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസും സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കനാണ്. അപ്പോൾ ഇതാണ് സംഭവം. ബീഫ്, അവിടെ ബീഫാണ് കേട്ടോ. ചിക്കൻ, സോൾട്ട് ആൻഡ് പെപ്പർ, ഫ്രൈഡ് റൈസ്, ബീഫ് ആൻഡ് സായി. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി ഇപ്പോൾ ഹൈവേ കയറി, തൃശ്ശൂർ ഹൈവേ കയറി. സായി ചേട്ടൻ അവിടെ വണ്ടി ഓടിക്കുകയാണ്. പിന്നെ ഈ വേറൊരു സാധനം കേട്ടോ, എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നത് തായ്ലൻഡിലുള്ള ഗിഫ്റ്റാണ്. എനിക്ക് സായി സ്പെഷ്യലായിട്ട് തായ്ലൻഡ് സ്വർണ്ണവള കൊണ്ടുവന്നുണ്ട് അല്ലേ? തായ്ലൻഡ് സ്വർണ്ണവള, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് തായ്ലൻഡ് സ്വർണ്ണവള. എന്തേ അല്ല എന്നോടാണ് സ്വർണ്ണവള എന്നൊക്കെ കേട്ടോ. ക്യൂറേറ്റഡോ എന്താ ഇത്? അത്യാവശ്യം നല്ല പൈസ ഒരു സാധനമാണ് ക്യൂറേറ്റഡ്. എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ സ്വർണ്ണ തോന്നുന്നു. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഡയമണ്ട് നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ ഇനി സ്വർണ്ണം ഉണ്ടാക്കാൻ പറ്റും എനിക്കറിയില്ല. തായ്ലൻഡ് ഖനികളിൽ നിന്ന് പൊഴിച്ചെടുത്ത അപൂർവ ഇനം സ്വർണ്ണത്തിൽപ്പെട്ട ഒരു സാധനം കൊണ്ടുണ്ടാക്കിയ അതെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാലോ ബാർഗൻ ചെയ്യാറില്ല. ഒരു സാധനം പോലും ഞാൻ പറഞ്ഞ ബാർഗൻ ചെയ്ത് വാങ്ങുന്നത്. എന്തേലും 500 രൂപ പറഞ്ഞാൽ 500 രൂപ. പാവങ്ങളല്ലേ ഇതില്ലേ അറിയോ? പാവങ്ങളായിക്കോട്ടെ. പക്ഷെ അവര് മറ്റേ ആള് സംസാരിച്ചു നോം സംസാരിച്ച പോലെ ബാർഗെയിനിൽ എന്താ പറഞ്ഞൂടെ? അല്ല 500 പറയുമ്പോ 300 200 അങ്ങനെ പറയണ്ടേ? ഞാൻ വരും, ഞാൻ ബാർഗെയിൻ ചെയ്ത് വാങ്ങണ പോലെ ഒന്നും ആർക്കും ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാണ്ട് പോരും അങ്ങോട്ട്. അപ്പൊ നമുക്ക് എനിക്ക് കിട്ടിയ തായ്ലൻഡ് ഇത് 2 ദിവസം മുന്നേ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കേട്ടോ. തായ്ലൻഡ് സ്വർണം, തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്ത അപൂർവ ഇനം സ്വർണത്തിൽപ്പെട്ട സ്വർണ്ണത്തരികൾ കൊണ്ടുണ്ടാക്കിയ കഷ്ടപ്പെട്ട് ഒരു 500 ആൾക്കാർ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ വളയാണ് കേട്ടോ. കാണില്ലേ? അയ്യോ ഞാൻ ഇതിപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്കൊരു ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കും കേട്ടോ. അപ്പൊ ഗൈസ് അപ്പൊ ഇതാണ് സംഭവം. ഞാൻ വള കാണിച്ചാൽ വേണ്ടത് എന്റെ ഒരു ഗിഫ്റ്റ്, എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പൊ വാച്ചിന്റെ ഗിഫ്റ്റ്, പിന്നെ ഇതുണ്ട്, പിന്നെ ഒരു കോയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലേക്ക് ആകെ 2 ഗിഫ്റ്റ് ഇട്ടുള്ളൂ. അപ്പൊ ഇത് സംഭവം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ഇത് 15-ാം തീയതി കേട്ടോ. 15-ാം തീയതി വ്ളോഗ് മിക്കവാറും ഞാൻ നാളെ ഇടുണ്ടാവുള്ളൂ. നാളെ രാത്രി, അതായത് 16-ാം തീയതി ഇടും. 16-ാം തീയതി എന്റെ ബർത്ത്ഡേ. അപ്പൊ 16-ാം തീയതി സംഭവം ഞാൻ ഞായറാഴ്ച ഇടും. പിന്നെ 17-നും 18-നും ഈ വ്ളോഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇപ്പൊ വെള്ളിയാഴ്ച ആണല്ലോ പോണത്. അപ്പൊ വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരാറില്ല, ഞായറോ തിങ്കളായിട്ട് വരും. അപ്പൊ എന്തായാലും എന്റെ സാധനങ്ങൾ, എന്റെ യാത്രകൾ എല്ലാം ഞാൻ എന്റെ വ്ളോഗിലാക്കി ഞാൻ കാണിക്കുന്നതായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എന്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യാൻ വരണം. ഓക്കെ, യാത്ര ചെയ്യാൻ എല്ലാവരും വരണമെന്ന് ചെലവ് കൊടുക്കും. എന്റെ ചാനലിലൂടെ യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടോ. അപ്പൊ ഓക്കെ, ഇനി കൊച്ചിന്ന് കാണട്ടോ. ഇതാണ് അവള, ഫസ്റ്റത്തെ അവള. ബാക്കിയൊക്കെ നമ്മള് ഇങ്ങനെ ഇത് ഈ ആക്സസറീസ് വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങിയാണ്. അപ്പൊ ഇതാണ് എന്റെ തായ്ലൻഡ് വള.
അപ്പൊ നമ്മള് കൊച്ചി കഴിഞ്ഞു. എന്താ എടുത്തോണ്ട് നിൽക്കണ്ട ഇവിടെ. ഞങ്ങള് ചിപ്സ് എരുള്ളത് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് എരുള്ള സാധനമാണ് ഞങ്ങൾ വാങ്ങിയത്. അതായത് ആലപ്പുഴ എത്തിട്ടോ. ആലപ്പുഴ ടൗണ്. ഇത് എവിടെ കറക്റ്റ് സ്ഥലം? അല്ല, ഇന്ദിരാ ജംഗ്ഷനിലാണ് കേട്ടോ എത്തിയത്. അപ്പോൾ കൊച്ചിയിലൊന്നും കാണിക്കാനൊന്നും ഉണ്ടായില്ല, കാരണം ഞങ്ങളെ എവിടെയും നിർത്തിയിട്ടില്ല. നേരെ കണ്ട് പോരുക ചെയ്ത്. ഇപ്പൊ തന്നെ സമയം 7 മണിയായി. അപ്പൊ ആലപ്പുഴയിലാണല്ലോ എന്റെ സർപ്രൈസ് കിടക്കുന്നത്. അപ്പൊ ആലപ്പുഴയിലെ സർപ്രൈസ് എല്ലാം ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് വലിയ സർപ്രൈസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. എല്ലാം പൊട്ടിച്ച് ഒരു സാധനം പോലും ഉള്ളിൽ വെക്കാൻ അറിയാത്ത ഒരാളാണല്ലോ. ആ സർപ്രൈസ് ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. അതെനിക്കിവിടെ പറയാനും താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്താ പറയാ, വേണ്ട. അപ്പൊ എന്താ പറയാ, ഞങ്ങള് എന്താ പറയാ ആലപ്പുഴയ്ക്ക് പോവാണ്. എത്താനായി. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉള്ളൂ. അപ്പൊ ഹൗസ് ബോട്ടിലാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോ ഇനി എന്താ പറയാ, ഹൗസ് ബോട്ടിൽ നിന്ന് കാണാം അല്ലേ. ഇനി നമ്മുടെ ആൾക്കാർ ആരൊക്കെ വരുന്നെന്ന് മനസ്സിലായി. സിജ ഉണ്ടാവും, നിഷാന ഉണ്ടാവും, അൽത്താഫ് ഉണ്ടാവും. ലിനു ഉണ്ടാവില്ല. ലിനുവിനെ രാത്രി ആയതുകൊണ്ട് എന്തായാലും വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ സിജോനോട് പറഞ്ഞിട്ട് നാളെ രാവിലെയെങ്കിലും എനിക്ക് ലിനുവിനെ കാണിച്ചു തരണം, കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഒന്നും സർപ്രൈസ് ഇല്ലല്ലോ. പിന്നെ കേക്കിന്റെ സാധനം കൂടി എന്നോട് സീജ വിളിച്ചു ചോദിച്ചു. ഏതായാലും സീജ വിളിച്ചു ചോദിച്ചു, സ്നേഹ നീ എല്ലാം അറിഞ്ഞല്ലോ, നീ പറയാ ഏതാ കേക്കിന്റെ ഫ്ലേവർ വേണ്ട ചോദിച്ചു. അപ്പൊ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ഏതാ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും ഇല്ല. എനിക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. ഇനി പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അവരെയും കാണിക്കാം. ഇനി ഹൗസ് ബോട്ടിലുള്ള വെച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പൊ പോണ വഴിക്ക് ഞങ്ങൾ വേറെ സൺഡേ ഇപ്പൊ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഒരു 2 പൂള ചിപ്സും, പൂള ചിപ്സ് അല്ല അത് പൂള ചിപ്സ് ആണ്, കപ്പല്ലേ പൂള ചിപ്സും, പിന്നെ ഒരു ബനാനന്റെ മറ്റേ മധുരമുള്ള ബനാനന്റെ വറുത്തത് മേടിച്ചു. അപ്പൊ അയാൾ എന്നോട് 150 പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് 180 അടിച്ചിട്ട് അയാൾ എനിക്ക് 30 രൂപ തിരിച്ചു തന്നു. നല്ല മനുഷ്യനാണോ അദ്ദേഹം. അപ്പോ അതാണ് ഒരു നന്മമരം ആയ ഒരു സാധനം കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ പറയാൻ വന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഹൗസ് ബോട്ടിൽ ഇനി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മള് കരിമീൻ, കൊഞ്ച് ഇതൊക്കെ കഴിക്കാൻ പോവാണ്. കൊഞ്ച് ഞാൻ കഴിക്കാറിയില്ല, പക്ഷെ ഞാൻ കരിമീൻ കഴിക്കും. കരിമീൻ എനിക്ക് കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. ആലപ്പുഴയിൽ വന്നാൽ നമ്മൾ മീൻ വിഭവങ്ങൾ കഴിക്കുന്നതാണല്ലോ ഒരു ഇത്. എനിക്ക് മീൻ ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ ചിക്കനേക്കാളും കൂടുതൽ, ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ചിക്കനേക്കാളും കൂടുതൽ മീനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാശ് കുറവ് മീനായതുകൊണ്ടാണ് ഞങ്ങൾ മീൻ വാങ്ങുന്നത്, അത് വേറെ കാര്യം. അപ്പൊ സായി അത് നഗ്ന സത്യം പറഞ്ഞുകൊണ്ട് ഇനി വേറൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഇനി ഹൗസ് ബോട്ടിൽ വെച്ച് കാണാം കേട്ടോ. അപ്പൊ നമ്മള് ഈ ഹൗസ് ബോട്ടിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഇനി അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള സംഭവം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ എന്റെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് കാണിച്ചു. അപ്പൊ ടാറ്റാ.